Nirmala College ഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കോളേജിലെ 200-ലധികം വിദ്യാർത്ഥികൾക്കും പരിസര പ്രദേശത്തുള്ള സ്കൂളിലെ 300-ലധികം വിദ്യാർത്ഥികൾക്കും നമ്മൾ സോളാർ ലാമ്പ് ഉണ്ടാക്കുന്നതിൽ പരിശീലനം നൽകി. റിന്യൂവബിൾ എനർജിയിലേക്ക് നമ്മൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിനൊരു മുന്നോടിയായിട്ട് യുവതലമുറയെ ഈ മേഖലയിൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നിർമ്മല കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇനി ഇത് തുടർന്നും നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. കുടുംബശ്രീയുമായിട്ട് ചേർന്നുകൊണ്ട് മറ്റ് സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളതാണ് നിർമ്മല കോളേജിൻ്റെ ഭാവി പദ്ധതി. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻറ്റ് സോളാർ അംബാസഡർ എന്നുള്ള പ്രോഗ്രാം IIT മുംബൈയുമായി ചേർന്ന് നടത്തുകൊണ്ടേയായി. അതിൽ ഏകദേശം 500-ൽ പരം കുട്ടികളെ സ്കൂളിലും കോളേജിലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു. ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോളാർ ലാമ്പ് അസംബിൾ ചെയ്യാനും അതോടൊപ്പം സോളാർ ലാമ്പ് വെച്ച് LED ലാമ്പ് തെളിയിക്കാനുമാണ് പഠിക്കുന്നത്. ഗാന്ധിജിയുടെ സെൽഫ് സഫിഷ്യൻസി അതോടൊപ്പം തന്നെ നോൺ വയലൻസ് ടു എൻവയോൺമെൻറ്റ് എന്നുള്ള സന്ദേശമാണ് ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ കിട്ടുന്നത്. നമ്മളുടെ ഗ്രാമങ്ങളിൽ നമ്മളുടെ കുട്ടികളിൽ എനർജി ക്രൈസിസ് ഇന്നത്തെ അവസ്ഥയിൽ സോൾവ് ചെയ്യണമെങ്കിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് കൊണ്ടുപോകും. നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ എനർജി ക്രൈസിസിനൊരു മാർഗമായി. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എല്ലാം എക്സോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഭാവി ജനറേഷന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത് റിന്യൂവബിൾ എനർജി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രയോഗ രീതിയിലേക്ക് മനുഷ്യർ മാറണം. അപ്പോൾ ആ ഒരു സന്ദേശം 500ഓളം കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് ലളിതമായ സോളാർ ലാമ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. കൂടുതൽ വാട്ടേജ് ശേഷിയുള്ള ഫാന് ഇതുപോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ആവശ്യമായ ഊർജം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പ്രവക്താക്കളായ IIT മുംബൈ വരുന്നതായിരുന്നു പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് വീണ്ടും ഭാവിയിൽ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഈ ഒരു പരിപാടിയിലൂടെ ലഭിക്കുകയുണ്ടായി. തുടങ്ങിയിരിക്കുന്ന ഈ സ്റ്റുഡൻറ്റ് സോളാർ അംബാസഡർ പദ്ധതി ശരിക്കും നമ്മൾ കുട്ടികളിലേക്കാണ് ആദ്യമേ എത്തിക്കേണ്ടത്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറയാണ് ഈ പറഞ്ഞ രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്ന ഒരു തലമുറ. അതിനാൽ തന്നെ ഈ പറയുന്ന സ്കൂൾ കുട്ടികളിലേക്കാണ് നമ്മൾ ആദ്യമേ ഈ ഊർജ്ജ സംരക്ഷണത്തിലുള്ള ഒരു പാഠം നമ്മൾ എത്തിക്കേണ്ടത്. അതിനായി നമ്മൾ നടത്തുന്ന ഈ പരിപാടി ഇതിനോടകം തന്നെ പല സ്കൂളുകളിലും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ സ്കൂളുകളിലേക്ക് നമ്മൾ ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഇതുവരെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടേത് ഇപ്പം ആദ്യം നമ്മളുടെ തന്നെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് നമ്മുടെ കുട്ടികളെ കൊണ്ട് മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു. ഇനി നമ്മൾക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ, നമ്മൾ ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കുടുംബശ്രീ യൂണിറ്റുകളിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ അവരെ പഠിപ്പിക്കാനും അതുപോലെ ഈ ഉപഭോഗം കുറയ്ക്കാനായിട്ട് LED മാറാൻ LED ലൈറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതിൻ്റെ പവർ റേറ്റിങ്ങും കാര്യങ്ങളും നോക്കേണ്ടതാണെന്നും അതുവഴി പവർ കൺസംഷൻ കുറയ്ക്കാമെന്നും അവരെ ബോധ്യപ്പെടുത്താനും ഉള്ള ഒരു പ്രവർത്തനമാണ് അടുത്തതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം അത് കുട്ടികളിൽ എത്തിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് LED ബൾബ് ഉപയോഗിക്കേണ്ട ഒരു പ്രാധാന്യം അതും കുട്ടികളിലെത്തി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കുട്ടികളിൽ എത്തിച്ചേർക്കാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. അതിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്കം, അതായത് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് സോളാർ അംബാസഡേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ അറിവ്
അതായത് അവർക്ക് കിട്ടിയ അറിവ് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോളാർ പവേർഡ് LED ലാമ്പ് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഓരോ പാർട്ടുകളും വളരെ കൃത്യമായി അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ ചെയ്തത്. സോളാർ എനർജി യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്നുള്ളതും LED ലൈറ്റാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടുള്ള മേന്മയും അവർ ഓൾറെഡി മനസ്സിലാക്കി. ഇനി ഇത് അവരെങ്ങനെ അത് കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ള കുട്ടികളിലേക്ക് അവരുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു കുട്ടികളെ നാളത്തെക്കുറിച്ച് ഒരു ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജിയെക്കുറിച്ച് അവർക്ക് വലിയൊരു അവയർനെസ്സാണ് ഇതിലൂടെ ലഭിക്കുക. നമുക്ക് ഒരുപാട് റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അറിവ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വഴി നാളത്തെ ജനതയെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഫോസിൽ ഫ്യൂവൽസിനെ എല്ലാം നിയന്ത്രിച്ച് അതിലൂടെ നമ്മുടെ ക്ലൈമറ്റിനെ മലിനമാക്കുന്ന നശിപ്പിക്കുന്ന ആ പദ്ധതിയെ ഉപേക്ഷിച്ച് ഏറ്റവും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും സുലഭമായി കിട്ടുന്ന സോളാർ എനർജി പോലെയുള്ള റിന്യൂവബിൾ സോഴ്സിനെ ഉപയോഗിച്ച് ഭൂമിയെ ഉപദ്രവിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ എനർജികളിലൂടെ ചെയ്യാനായിട്ട്, ഈ എനർജി സേവ് ചെയ്യുന്നത് വഴി, ആ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന വഴിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പ്രൊമോട്ട് ചെയ്യണം, അതിനെ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കണം, കുട്ടികൾ വഴി വീടുകളിലേക്ക് എത്തണം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ വലിയ ലക്ഷ്യം. നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് വഴി ഒന്നെങ്കിൽ അത് നമ്മൾ പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വഴി പ്രകൃതിക്ക് ദോഷകരമായ ചില ഗ്യാസസ് പ്രോഡക്ട്സുകൾ നമ്മൾ പ്രകൃതിയിലേക്ക് തള്ളുന്നു. പക്ഷേ നമ്മൾ സോളാർ എനർജി ഉപയോഗിക്കുമ്പോൾ ഒരു വിധത്തിലും നമ്മളിത് പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നില്ല, അതിന് ബൈ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ പ്രകൃതിയോടുള്ള അഹിംസയാണ് ഈ സോളാർ എനർജി യൂസ് ചെയ്യുന്ന വഴി നമ്മൾ പരോക്ഷമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്.